എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്ത ഒരു പോയിൻ്റ് നമ്മുടെ ലിബേർട്ടി എന്നുള്ള വിഷയത്തിലായിരുന്നു. നമ്മൾ ഇപ്പം 4-ാം അധ്യായം വായിച്ചതിലും അതിൻ്റെ 3-ാം വാക്യം നമ്മൾ കാണുന്നത് chapter 4 verse 3. Even so, we when were children, we were in bondage under the elements of the world. Again, chapter 5:1 നമ്മൾ കാണുന്നത്, stand fast therefore in the liberty wherewith Christ hath made us free, and not entangled again with the yoke of bondage. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ലിബേർട്ടി എന്നുള്ള ആണൊരു മെയിൻ സബ്ജക്റ്റ്. ഗലേഷ്യൻസ് അങ്ങനെ അറിയപ്പെടുന്നെങ്കിലും മറ്റുള്ള പുസ്തകങ്ങളിലും, അതായത് റോമർ, കൊരിന്ത്യൻസിലും ഒക്കെയും ഈ വിഷയം ശക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലാണ് തുടക്കം കുറിക്കുന്നത്. അതൊക്കെ നമ്മൾ ഓടിച്ച് ചിന്തിക്കുകയുണ്ടായി. പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം നമ്മൾ കണ്ടത്, ഈ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന വിഷയങ്ങൾ നമ്മൾ പുതിയ നിയമസഭയിൽ അനേക യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തീയ ചർച്ചിലേക്ക് വരുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള ചില പാരമ്പര്യത്തിൻ്റെയും അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിൻ്റേതായിട്ടുള്ള പല പ്രയാസങ്ങളും അവർ അഭിമുഖീകരിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. 10 കൽപ്പനയായിട്ട് കൊടുത്ത 10ഉം പിന്നെ വേറെ ഒരു 603 നിയമങ്ങളും അവർക്കുണ്ടായിരുന്നു. മൊത്തം 613 നിയമങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൽ പുതിയ നിയമത്തിൽ നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന ചില വിഷയങ്ങൾ, ഒന്ന് സാബത്താണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പോലും ആക്രമിക്കുവാൻ കൂടുതൽ താല്പര്യം കാണിച്ചതും ഒന്ന് ശാബത്ത് ലംഘിച്ചു എന്നുള്ള കാര്യമാണ്. പിന്നെ അവരെ യഹൂദ പാരമ്പര്യത്തിന്, യഹൂദരെന്നുള്ള ദൈവമക്കളുടെ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്നുള്ള രീതിയിൽ അവർ വളരെ പ്രാധാന്യം നൽകിയിരുന്നു. പിന്നുള്ളത് പരിച്ഛേദന, സർക്കംസിഷൻ, എല്ലാവരും പരിച്ഛേദന ഏൽക്കണം എന്നുള്ള നിയമത്തിന് അവർ പ്രാധാന്യം നൽകിയിരുന്നു. പിന്നെ നമുക്ക് അധികം എടുത്ത് പറയാനില്ലെങ്കിലും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 15-ലും പിന്നെ അപ്പോസ്തല പ്രവൃത്തി 10-ലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. അശുദ്ധമായത്, രക്തം അല്ല ശ്വാസം മുട്ടി ചത്തത്, അങ്ങനെയുള്ളതൊക്കെ ഒന്നും കഴിക്കാൻ പാടില്ല. ഈ 4 കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിഗ്രഹാർപ്പിതം, അതും അവർക്കൊരു വിഷയമായിരുന്നു. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ വിമോചനം പ്രാപിക്കണം എന്നുള്ളത് ഗലേഷ്യൻസിലുമൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാന വിഷയം. നിങ്ങൾ എവിടുന്ന് ലിബേർട്ടി പ്രാപിക്കണം, ഈ വിഷയങ്ങളായിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക്, അതായത് മറ്റുള്ളവരോട് ഞങ്ങൾ സഹകരിക്കത്തില്ല, യഹൂദരല്ലാത്തവരോട് ഞങ്ങൾ സഹകരിക്കത്തില്ല എന്നൊക്കെ ഏറ്റവും കൂടുതൽ വാദിച്ചിരുന്ന ശിഷ്യന്മാരിൽ ഒരു പ്രമുഖനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആരായിരിക്കും അത്? പത്രോസാണ് അങ്ങനെ പറഞ്ഞത്. കാരണം പത്രോസിനായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പത്രോസിനെ ശരിയാക്കാൻ വേണ്ടി കർത്താവ് എന്തോ ചെയ്തു? ആദ്യം ഇദ്ദേഹത്തിൻ്റെ മേലാണ് നമ്മൾ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പത്രോസിനെ ശരിയാക്കണ്ടേ? പത്രോസ് വിചാരിക്കുന്ന യഹൂദന്മാരുടെ മാത്രമാണ് സഭ പണിയാൻ പോകുന്നത് എന്നാണ് പത്രോസ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പത്രോസിനെ ശരിയാക്കാൻ വേണ്ടി കർത്താവ് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ജാതികൾക്ക് ആദ്യമായിട്ട് വചനം കേൾക്കുന്നതും, പത്രോസ് പറയുമ്പോൾ കർത്താവെ പറ്റത്തില്ല, ഞാൻ ഇതിൽ നിന്നൊന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറയുമ്പം വളരെ ഫോഴ്സ് ചെയ്തിട്ട് പത്രോസിനെ അതിൽ നിന്ന് നീ കഴിക്കണം എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരെ വിളിച്ച് പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ സുവിശേഷം പറയും. അതായത് പത്രോസ് തന്നെ പോയി സുവിശേഷം പറയും. അവിടെ വെച്ച് ജാതികൾക്കും അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതും അവർ അന്യഭാഷ പറയുന്നതും ഒക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കാണാം. അതാണ് ആദ്യമായിട്ട് ജാതികളെ, യഹൂദരല്ലാത്തവരെ വിശ്വാസത്തിലേക്ക് വരുന്ന ആദ്യത്തെ സീൻ. അത് പറഞ്ഞ് ഈ സംഭവം കൊണ്ട് പത്രോസിനെ കർത്താവ്
ശരിയാക്കി. കാരണം സുവിശേഷം ജാതികൾ കൂടെ ഉള്ളതാണെന്ന് ആദ്യം പത്രോസിനെ പറഞ്ഞ് പ്രായോഗികമായിട്ട് പഠിപ്പിച്ചു. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴാണ് യെരുശലേമിലുള്ളവരെല്ലാം കൂടെ ചോദിച്ചു, നീ എന്താ 11-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണാം, നീ ജാതികളുടെ കൂടെ പോയി കൂട്ടായ്മ ആചരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പ്രയാസം ഉണ്ടാക്കിയപ്പം ആ 11-ാം അധ്യായത്തിൽ പത്രോസ് അതൊക്കെ അവർക്ക് വിശദീകരിക്കുന്ന, ആ 10-ൽ കണ്ട എല്ലാ കാര്യങ്ങളും വീണ്ടും വിശദീകരിച്ച്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ യോഹന്നാനെയും അല്ല മറ്റുള്ള ശിഷ്യന്മാരെയും അവിടുത്തെ സഭാപിതാക്കന്മാരെയും ഒക്കെ സമാധാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് 11-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയിൽ കാണാം. അത് അങ്ങനെയുള്ളവരെയൊക്കെ ഒരു വിധത്തിൽ അവർ പറഞ്ഞു ശരിയാക്കി. പിന്നുള്ള ഒരു പ്രശ്നമാണ് പിന്നെ കണ്ട പരിച്ഛേദനയുടെ വിഷയം. അപ്പോൾ അതും അവർക്ക് പറ്റാത്ത വിഷയമായിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താ, ആദ്യം യെരുശലേം കൗൺസിൽ എന്ന് പറഞ്ഞ സംഭവം നടന്നത്. ഇങ്ങനൊരു പ്രശ്നം അന്ത്യോക്യ സഭയിലൊക്കെ ഉടലെടുത്തപ്പോൾ അവിടുന്ന് ബർന്നബാസിനെയും പൗലോസിനെയും കൂടെ കൂട്ടി, അപ്പോൾ അവിടെ പിതാക്കന്മാരൊക്കെ എവിടെ ഉണ്ട്? യെരുശലേമിലുണ്ട്. പത്രോസും യോഹന്നാനും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ പോയി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഈ പരിച്ഛേദനയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് വിടുകയും അവിടെ പോയി, അതാണ് യെരുശലേം കൗൺസിൽ. ആദ്യമായിട്ട് പിതാക്കന്മാരുടെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തിയാണ് യെരുശലേം കൗൺസിൽ നടത്തി. അതിനും ഒരു തീരുമാനം ഉണ്ടാക്കി. അവിടെ ആദ്യം യൂണിറ്റി എന്ന് പറയുന്ന ആരാണ്? കാരണം ഈ പൗലോസിനെ ആരും അംഗീകരിച്ചില്ല. അന്ത്യോക്യയിലുള്ള സഭയിൽ അവിടുത്തെ യഹൂദന്മാരൊന്നും 15-ാം അധ്യായത്തിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അവർ പൗലോസിനെ അംഗീകരിക്കാത്തത് കൊണ്ട് തിരിച്ച് യെരുശലേമിൽ വന്നു. അപ്പോൾ യെരുശലേമിൽ വന്നപ്പോൾ അവിടെ പൗലോസ് കയറി ഇരുന്ന് ഞാൻ അവിടെ ജാതികളോട് സുവിശേഷം പറഞ്ഞു, അവരൊക്കെ രക്ഷിക്കപ്പെട്ടു, അവർക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചു നമ്മുടെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ, പൗലോസ് പറഞ്ഞാൽ ഈ യെരുശലേമിലുള്ള പിതാക്കന്മാർ വല്ലതും സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ സമ്മതിക്കത്തില്ല. കാരണം ഈ പൗലോസിൻ്റെ ചരിത്രം നമ്മളൊന്ന് നോക്കിയാൽ, പൗലോസ് ദമസ്കസിലോട്ട് പോയി, പൗലോസിനെ ദൈവം കർത്താവ് ഇടപെട്ട് പിടിച്ച് നന്നാക്കി അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് വലിയ സാക്ഷ്യമായിട്ട് യെരുശലേമിലേക്ക് വന്നപ്പം യെരുശലേമിലുള്ളവർ അവിടെ പോലും പൗലോസിനെ വളരെ സംശയദൃഷ്ടിയോടാണ് പൗലോസിനെ കണ്ട്. സഭാതലങ്ങളിലുള്ള പല വിഷയങ്ങൾ അതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടുന്നാണ് ഈ പൗലോസ് ഈ വിഷയവുമായിട്ട് തിരിച്ച് യെരുശലേമിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പൗലോസ് ഇവിടെ വന്ന് ഇവിടുത്തെ പിതാക്കന്മാരോട് പറഞ്ഞാൽ ഇത് വല്ലോ ഇവിടെ ഇരിക്കുന്ന വലിയ പിതാക്കന്മാർ സമ്മതിച്ചു കൊടുക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം നമുക്ക് ഇന്നും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ചിലർക്ക് അല്ലെങ്കിൽ ആത്മീയ ദർശനവും ഒക്കെ ലഭിച്ചാലും ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടേ നമുക്കിതൊക്കെ അംഗീകരിക്കാൻ, കാരണം നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് കേട്ട് വന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ അംഗീകരിക്കാനും മനസ്സിലാക്കുവാനും നമ്മളെപ്പോഴും വളരെ റിബല്യസ് ആയിരിക്കും. അപ്പോൾ അവിടെ ആരെണ്ണീറ്റ് നിന്നാണ് പ്രസംഗിക്കുന്നത്? നമുക്കവിടെ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണാം. അവിടെ പത്രോസ് എണ്ണീറ്റ് നിന്നിട്ട് പ്രസംഗിക്കും. പത്രോസ് പറയും, എന്താ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഓർമ്മയില്ലേ, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ജാതികൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെപ്പോലെ കിട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ പറഞ്ഞതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും തുടങ്ങും. എന്നിട്ട് അപ്പം ഈ കാര്യങ്ങളൊന്നും ജാതികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഈ പരിച്ഛേദനയുടെ മുഖമൊന്നും ജാതികളായിട്ടുള്ള അല്ലെ യഹൂദന്മാരുടെ അല്ലാത്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് പത്രോസ് അവിടെ സ്ഥാപിച്ച് പറയുകയും അത് മറ്റുള്ള പിതാക്കന്മാരും എല്ലാവരും അംഗീകരിക്കുകയും, അപ്പോഴാണ് അതിനൊരു മറുപടിയായിട്ട് പറഞ്ഞു, ഓക്കെ ശരി, നമ്മളെല്ലാം അംഗീകരിക്കുന്നു, നിങ്ങൾ ഒരു കാര്യം മാത്രമെങ്കിലും ചെയ്യണം. ഏതാ? വിഗ്രഹാർപ്പിതവും ശ്വാസം മുട്ടിച്ചത്തതും രക്തമുള്ളതും ഇങ്ങനെ മലിനമായതെങ്കിലും നിങ്ങൾ ഒഴിവായിരിക്കണം എന്ന് പറഞ്ഞ് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം വലിയ കുറേ അടിമത്തത്തിൻ്റെ ചില വിഷയങ്ങളിൽ നിന്ന് ഈ സഭയുടെ തുടക്കത്തിൽ അവരെ വിമോചിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതൊരു വലിയൊരു ദുരുപദേശത്തിൻ്റെ തുടക്കമായിരുന്നു. അവിടെയാണ് ദൈവാത്മാവ് പത്രോസിനെയും പൗലോസിനെയും ഒക്കെ ഉപയോഗിച്ച് സഭയുടെ തുടക്കത്തിൽ തന്നെ ഇത് നശിപ്പിച്ച് കളയുവാൻ കാരണം ഈ 15-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അപ്പോസ്തലപ്രവൃത്തി, നിങ്ങൾ ഇത് പരിച്ഛേദന ഏറ്റെങ്കിലേ നിങ്ങൾ രക്ഷിക്കപ്പെടുകയുള്ളൂ, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇതാണ് പറയുന്നത്, മനസ്സിലാവും? നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ യു ഷുഡ് ബി സർക്കംസൈസ്ഡ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ എന്താ നമുക്ക്? കാരണം രക്ഷിക്കപ്പെടുക എന്നാണ് ഇത് പറയുന്ന മുഴുവൻ, നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ സുവിശേഷം പുതിയ സഭയെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ മുമ്പോട്ട് വെച്ച ഒരു പ്രശ്നമാണ്, യു ഷുഡ് ഡു സർക്കംസിഷൻ, എന്നാലേ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയൂ എന്നാണ് അവർ പഠിപ്പിച്ചത്. കാരണം അത് വലിയൊരു ദുരുപദേശത്തിന് തുടക്കമായിരുന്നു. അവിടെ ദൈവാത്മാവ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പത്രോസും അല്ലെ പൗലോസും ഒക്കെ അതിന് ലീനിയൻ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തായിരുന്നെങ്കിൽ ഇന്ന് ലോകം തന്നെ മാറി പറിച്ചു പോയേനെ. കാരണം ഇതൊരു യഹൂദ പാരമ്പര്യത്തിന്, കാരണം യഹൂദന്മാരാണല്ലോ ഇവരെല്ലാം,
കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരായിരുന്നു. കാരണം ചിലർക്കൊക്കെ ഈ സംശയം വലിയ ആൾക്കാർക്കും ഉണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെ അവരെല്ലാവരും യഹൂദന്മാരായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 120 വിശ്വാസികൾ അവിടെ യെരൂശലേമിൽ കൂടിയിരുന്നു. അവർ ഒരുപക്ഷെ എല്ലാവരും യഹൂദന്മാരായിരിക്കും. യേശുക്രിസ്തു യഹൂദനായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ ഈ യഹൂദ മതത്തിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ മുമ്പോട്ട് പോകേണ്ടതായിരുന്ന ഒരു സഭയാണ് ഈ ക്രിസ്തീയ സഭയും. പക്ഷെ അതിൽ നിന്ന് കർത്താവ് അതിനെ മാറ്റി ദൈവാത്മാവ് ഇടപെട്ട് ഞാൻ പറഞ്ഞ പത്രോസിനെ അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം പത്രോസ് പറഞ്ഞെങ്കിലേ അവിടെ യോഹന്നാനും ബാക്കിയുള്ളവരും ഒക്കെ കേൾക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് അക്സെപ്റ്റൻസ് ഇല്ല. അപ്പോൾ ആ ഒരു വിഷയം ആ രീതിയിൽ കർത്താവ് അവിടെ വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ചില ലേഖനങ്ങളിൽ സമയം കിട്ടുമെങ്കിൽ ഞാൻ ആ വാക്യം പരാമർശിക്കാം. മുമ്പോട്ട് വരുന്നുണ്ടേ ഇവരിതൊന്നും വിട്ടിട്ടില്ല. ഇവരുടെയൊക്കെ ഇത് മനസ്സിലൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് നമ്മുടെ മനസ്സിലുള്ളതൊക്കെ നമ്മൾ പല പല വിശ്വാസങ്ങളും പള്ളിയിലും ആരാധനയ്ക്കും ഒക്കെ പോകുമെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ വെച്ചേക്കും. ഇപ്പം ഒരുപാട് ക്രിസ്തീയ പ്രൊട്ടസ്റ്റൻ വിശ്വാസികൾ സമയം നോക്കുന്നവരുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കല്യാണത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലം നോക്കും, അല്ലെങ്കിൽ വീട് വെക്കുന്നുണ്ടെ വാസ്തു നോക്കും. അതുപോലൊക്കെ വീടിൻ്റെ പാലുകാച്ച സമയം ഏത് മാസം ഏത് ദിവസം ഇതൊക്കെ നല്ല എന്നാന്ന് നോക്കും. ഞാൻ കള്ളം പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഉണ്ട് ക്രിസ്തീയ സമൂഹം മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ. ഇതൊക്കെ ഓരോരോ ഇങ്ങനെയുള്ള കാരണം നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുക. ഈ കൂടോത്രമൊക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ? സഭകളിലൊക്കെ നമ്മൾ പ്രാർത്ഥനയൊക്കെ വെച്ചിട്ട് അവരാദ്യം പറയുന്ന ഒരു ഇതാണ്, നിങ്ങൾക്കെതിരെ ആരാണ്ട് ഈ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് യാതൊരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ബന്ധനങ്ങളൊക്കെ ഒരുപാട് നിങ്ങളുടെ കുടുംബത്തിലും തലമുറയിലും ഉണ്ട്. അത് മാറ്റണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ ചിലപ്പോൾ ഈ വീട്ടുകാർക്കറിയാം നമ്മൾ അധികം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. അതുകൊണ്ട് കാരണം അവർക്കറിയാമല്ലോ അവരുടെ ആത്മീയ ഗുണം. അപ്പോൾ അവരെന്തോ ചെയ്യും, ഇങ്ങനെ ചില എളുപ്പമാർഗങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലൊക്കെ ഈ യഹൂദന്മാരെയൊക്കെ ഇതെല്ലാം പറഞ്ഞ് പൗലോസും പത്രോസും ഒക്കെ സമാധാനിപ്പിച്ചെങ്കിലും ഇതൊന്നും ഇവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം അവർക്ക് പോകാൻ പറ്റത്തില്ല. കാരണം 12,000 വർഷമായിട്ട് ഇത് കേട്ടുകൊണ്ട് വന്നതാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടൊന്നും പെട്ടെന്ന് പാരമ്പര്യമായിട്ടുള്ളവർക്ക് അതൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അത് നമുക്ക് പോകണം. അത് അല്ലെങ്കിൽ അത് വലിയ പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇതിനെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഇത്രയും കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നു. ഈ യഹൂദന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ സഭയ്ക്കുണ്ടോ? നമുക്ക് പരിച്ഛേദനയുടെ പ്രശ്നമുണ്ടോ ഇപ്പം? അല്ലെ യഹൂദന്മാരല്ലാത്തവരാരും ഇപ്പം സഭയെ കൂടുതലെന്നുള്ള പ്രശ്നമുണ്ടോ? ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ശക്തമായിട്ട് പറയുന്നത് എന്താണ്? യു ഷുഡ് ബി റിലീസ് ഫ്രം ദി ബോണ്ടേജ്. നിങ്ങൾക്ക് ലിബർട്ടി വേണം. യു ഷുഡ് കം ഔട്ട്. ഇപ്പം നമ്മൾ എവിടെ നിന്ന് വരണം? നമുക്ക് ഈ 613 നിയമങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ, ഞാൻ കുറിച്ച് വെച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ട്രഡീഷണൽ റിച്വൽസ്, അതിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ആദിമസഭ 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ട് വരെയൊക്കെ സഭ വളരെ ആത്മീയ സന്തോഷത്തോടെ പോയ കാലമായിരുന്നു. കാരണം പെർസിക്യൂഷനിലൂടെയും അങ്ങനെയൊക്കെ പോയിട്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട്. പക്ഷെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ എന്തോ പറ്റി? ക്രിസ്ത്യാനിറ്റിയെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹൈജാക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. കോൺസ്റ്റന്റൈൻ അവരുടെ ഗ്രീക്ക് ദേവതകളും അവർക്ക് ഈ ഹിന്ദുവിൻ്റെ പ്രമാണം പറഞ്ഞതിലൂടെ ഗ്രീസിന് 33 കോടി ദേവതകളൊക്കെ ഉള്ളവരാണ് അവരുടെ എല്ലാ ദേവതകളെയും ക്രിസ്ത്യാനിറ്റിയെയും കൂടെ മിങ്കിൾ ചെയ്ത് അവരുടെ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും ഒരുപാട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ 4-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസങ്ങൾ ഒരുപാട് തെറ്റായിട്ടുള്ള പഠിപ്പീരുകൾ വന്നു എന്നുള്ളത് നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാരല്ല പറയും, ബിഷപ്പുമാർ വരെ പറയുന്ന മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. കാരണം അവരും അംഗീകരിക്കുന്നുണ്ട്. ഈ കോൺസ്റ്റന്റൈൻ കാലഘട്ടം മുതൽ മറ്റുള്ളവരുടെ കൾച്ചർ നമ്മുടെ കൂട്ടത്തിൽ കൂടി, അതിനെ ഈ 2 കൾച്ചറും കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്ന പരിപാടികളാണ് ഇതെല്ലാം എന്ന് ബിഷപ്പ് വരെ സംഭവിക്കുന്നുണ്ട്. കൾച്ചർ നമ്മളെ ഒത്തിരി ഫോഴ്സ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ
നമ്മുടെ സഭകളിൽ വന്നുപോയി. കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ ഈ ട്രഡീഷണൽ ബോണ്ടേജസ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ റിലീസ് ആവേണ്ടത് അങ്ങനെയുള്ള ട്രഡീഷണൽ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ റിലീസ് ആവേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾക്കും നമ്മൾക്കും അങ്ങനെയുള്ള ട്രഡീഷണലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും, അപ്പോൾ യഥാർത്ഥമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമുക്കങ്ങനെ എഴുതപ്പെട്ട നിയമങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് ഡോക്ട്രിനൽ ടീച്ചിങ്സ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പഠിപ്പിക്കാറുണ്ട്. അത് ബൈബിളിൽ നിന്നാണ്, അല്ലാതെ എഴുതപ്പെട്ട കാര്യങ്ങളല്ല. ബൈബിളിൽ എന്താ പറഞ്ഞേക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തിയിൽ എന്താ പറഞ്ഞേക്കുന്നത്, ലേഖനങ്ങളിൽ എന്താ പറഞ്ഞേക്കുന്നത്, സുവിശേഷങ്ങളിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ടീച്ചിങ്. അപ്പം അത് മാച്ചായിട്ട് വരുന്നോ എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളിൽ വരുന്നുണ്ട്. കാരണം എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഈ ന്യൂ ഇയറിന് 12 മണിക്ക് പ്രാർത്ഥിച്ച് നമ്മൾ ന്യൂ ഇയറിലോട്ട് കയറുന്ന പരിപാടിയില്ലായിരുന്നു. ഇപ്പം ഒരുപാട് സഭകളിൽ നമ്മൾ 12 മണി 11:55 ആകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ ന്യൂ ഇയറിൽ കയറേണ്ടതായിട്ടുള്ള പുതിയൊരു പഠിപ്പീരും അല്ലെങ്കിൽ നമുക്കൊരു സെറ്റപ്പും അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളൊരു ആചാരമായിട്ട് അത് ഇപ്പോൾ ഇനി അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇപ്പം ഏതൊക്കെ സഭ പാലിക്കുന്നുണ്ട് തരത്തിൽ ഒരുപാട് സഭകൾ പാലിക്കുന്നുണ്ട്. കാരണം അതൊരു ആചാരമായി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ പിന്നെ നമുക്ക് 10 ആകുമ്പോഴേ അവർക്കായി കഴിഞ്ഞു ന്യൂ ഇയർ. അതുകൊണ്ടൊക്കെ ന്യൂസിലാൻഡിലും ഒക്കെ പല സമയത്ത് നമ്മളതൊരു ആചാരമാക്കി മാറ്റി. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എല്ലാവർക്കും ആണ്ടർ ദി യോഗം എന്ന് പറഞ്ഞൊരു യോഗം ഉണ്ടായിരുന്നു. അത് ഒരു യോഗമൊന്നുമല്ല, ഒരുപാട് യോഗം. പ്രായമുള്ളവർക്ക് പക്ഷേ ഓർമ്മയുണ്ടോ, ചിലപ്പം ഒരാഴ്ച 10 ദിവസമൊക്കെ ആണ്. എല്ലാ വീട്ടിലും വെക്കണമല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ സാക്ഷിയോഗം വെക്കും, ഓരോരോ വീടുകളിലൊക്കെ. അപ്പോൾ അതാണ് അത് 9 മണിയാകുമ്പോൾ തീരും. 6:30 തുടങ്ങി 9 മണിക്ക് മുമ്പ് തീരും. ചായ കുടിച്ചിട്ട് എല്ലാവരും വീട്ടിൽ പോകും. ഇതായിരുന്നു പണ്ടത്തെ ആണ്ടർതി യോഗം. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ സഭകളിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, പണ്ടില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് പുതിയ സഭകളിലും ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ പഴയതായിട്ടുള്ള എന്തെങ്കിലും ആചാരങ്ങളിൽ നമ്മൾ പുതിയ നിയമ വിശ്വാസികളും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളും പെട്ടുകിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വചനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരു വിഷയമാണ് ഈ പിന്മാറ്റത്തിലും ഒക്കെ പോകുന്ന വിശ്വാസികൾ. പിന്മാറ്റത്തിൽ പോകുന്ന അതിൻ്റെ കൂടെ ഒരു കൂട്ടത്തിലൂടെ നമുക്ക് എടുത്തു പറഞ്ഞാൽ എന്താ, നമ്മുടെ ട്രഡീഷണൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ്. അതൊരു ഭയങ്കര ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ വലിയൊരു പ്രശ്നമല്ല. എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും വലിയൊരു പ്രശ്നമാണ് ഇത്. മറ്റുള്ളവർക്കും ഉണ്ട്. എന്നാൽ നമ്മൾ പ്രൊട്ടസ്റ്റന്റ് സഭകൾ നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തറിയാവുന്ന ഒരാൾക്കാരാണെന്നും വചനം പഠിപ്പിക്കുന്നവരാണെന്നും പഠിക്കുന്നവരാണെന്നും ഒക്കെ അഭിമാനിക്കുമ്പോൾ, ഈ പിന്മാറ്റത്തിലുള്ളവർ ട്രഡീഷണലായിട്ട് ജനിച്ചു വന്ന നമ്മൾ ഓർക്കുന്ന പോലെ മക്കളും ഒക്കെ വന്ന് അവർ ക്രിസ്ത്യാനികളായവർ അവർ പിന്മാറ്റത്തിലേക്ക് അവർക്കാണ് കൂടുതൽ പ്രോബ്ലം. അല്ലാത്തവരും പിന്മാറ്റത്തിലേക്ക് പോകുന്ന വിശ്വാസികളുടെ അവസ്ഥ നമുക്ക് പ്രോപ്പർലി പഠിക്കുവാനും ഹൈലൈറ്റ് ചെയ്യുവാനും നമുക്ക് കഴിയാതെ പോകുന്നത് നമുക്കൊരു വലിയ ബോണ്ടേജാണ്. അതിൽ നിന്ന് നമ്മൾ റിലീസായില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഒരു വാക്യം വായിക്കാം. 2 പത്രോസ് 1:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്തിലെ അവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി. ഇതൊരു വലിയൊരു സബ്ജക്റ്റാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള വലിയൊരു സബ്ജക്റ്റാണ് ഈ 1-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് അധികം പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖസത്യമാണ്. ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയം, നമ്മൾ പിന്മാറ്റത്തിലിരിക്കുന്ന വിശ്വാസികൾ അവർ ഏത് രീതിയിൽ
അവർ വിശ്വാസ ജീവിതത്തെ കാണുന്നു, അല്ലെ അവർക്ക് വന്ന് ഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു വാണിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവ നിങ്ങൾക്കായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ ഗോളത്തിൽ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരായിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനസ്സിലായോ? അങ്ങനെയുള്ള 2 കാറ്റഗറിയെ പറ്റി അവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ താഴോട്ട് വരും, അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടി ഉള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാകുന്നു. ഈ ആത്മീയ സന്തോഷത്തിൽ അല്ലെ നിഷ്ഫലന്മാരായിട്ട് ആത്മീയമായിട്ട് ഉത്സാഹമില്ലാത്തവർ പോകുന്നവരെ സംബന്ധിച്ചോളം ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എന്താ? അവർ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ടോ? നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങളുടെ രക്ഷയും നിങ്ങളുടെ വിളിയും ഒക്കെ ഉറപ്പാക്കുവാൻ വേണ്ടി നിങ്ങൾ അധികം ഉത്സാഹമുള്ളവരായിരിപ്പിൻ, അധികം ശ്രമിപ്പിൻ എന്നാണ് പത്രോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, ഇതിനെ കുറച്ച് നമ്മൾ അതിൽ വേറൊരു പഠിപ്പീരുണ്ട്. നമ്മൾ കുറച്ച് ഞെരുങ്ങി അങ്ങ് പോയാൽ മതി. ആ വിഷയത്തിലേക്ക് നമുക്ക് പോകാനിപ്പോൾ പറ്റത്തില്ല. നിങ്ങൾ അവരെ സാത്താൻ, ഇങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്ന ഒരു കാര്യം, അവനെ ഇങ്ങനെ പിന്മാറ്റത്തിലുള്ളവനെ എവിടെ ഏൽപ്പിച്ചു കൊടുത്തേക്കുക? അവന് സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തേക്കുക. അവനെ ദണ്ഡിപ്പിച്ച് ശരിയാക്കി അവരെങ്ങനെയായാലും സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ അതിന് വേറൊരു വലിയ വിഷയമാണ്. നമുക്ക് പിന്നെ സമയമുള്ളപ്പോഴൊക്കെ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് അതാണോ ഇഷ്ടം? നമ്മളെ സാത്താനെ ഏൽപ്പിച്ച് സാത്താൻ നമ്മളെ തല്ലിക്കൂട്ടി അവന് വേണ്ടി പരിപാടികളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ച് നമ്മൾക്ക് ഏതൊക്കെ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇനിയും സ്വർഗത്തിൽ പോകുമെങ്കിൽ സന്തോഷം, ആ അവസ്ഥയാണോ ആവശ്യം? അതോ ആത്മീയ സന്തോഷത്തോടെ ജീവിച്ച് ഇവിടെ ദൈവാത്മാവ് പറയുന്നതിൻ്റെ കൂട്ട് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുവാനുള്ള സന്തോഷത്തോടെ പോകാനാണോ നമുക്ക് ആഗ്രഹം എന്നുള്ളത് നമ്മൾ മറന്നു പോകേണ്ട ഒരു വിഷയമല്ല. കാരണം ഇത് പഠിപ്പിക്കാറില്ല. ഇതെല്ലാം നമ്മുടെ വിശ്വാസികൾ, ഞാൻ ഒരാഴ്ച മുമ്പും ഈ വിഷയത്തിൽ ഒരു ബൈബിൾ സ്റ്റഡീസിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു പഠിതാവിൻ്റെ ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യാറുണ്ടായി. കാരണം അവിടെ മറ്റേതാ പറയുന്നത്, ഏതാ നീ ഉറങ്ങിയിരുന്നാലും ഉണർന്നിരുന്നാലും നീ സ്വർഗത്തിൽ പോകും. മനസ്സിലായി? ഇത് വാക്യം വേറൊരു സബ്ജക്റ്റിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്. 1 തെസ്സലോനിക്കയിൽ ആ വാക്യം മാത്രം എടുത്തുകൊണ്ട് നീ ഉറങ്ങിയിരുന്നാലെന്ന് പറഞ്ഞാൽ നീ പിന്മാറ്റത്തിലാണെങ്കിലും നീ സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്ന ഉപദേശകന്മാർ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്മാറ്റത്തിലുള്ള നമ്മുടെ തലമുറയോ നമ്മളോ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോ നമ്മുടെ സഭയിലുള്ളവരോ ഒക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ വിളിയെ ഉറപ്പാക്കുവാൻ അധികം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവേശനം നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് പ്രവേശനം കിട്ടും. ഇതാണ് നമ്മുടെ വിശ്വാസികളെ പഠിപ്പിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ എനിക്കൊരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എനിക്കറിയാം. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിത് വെറുതെ പറയുകയല്ല. അങ്ങനെയുള്ള ഇന്ന് നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ ഒരുപാട് ദൈവജനം എന്ന് വിചാരിക്കുന്നവർ അവർ ഒന്നുകിൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ജയിച്ച കുഞ്ഞുങ്ങളാണ്. നമ്മൾ കുറച്ച് നാളാകുമ്പോൾ പറയും, മക്കളെ നിങ്ങൾ രക്ഷിക്കപ്പെടണം. അവർ ടെക്നിക്കലി അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടും. അത് കഴിഞ്ഞ് നമ്മൾ പറയും സ്നാനപ്പെടണമെന്ന് പറയും. നമ്മൾ തിയോളജിയൊക്കെ അവരെ പഠിപ്പിക്കും, അവർ സ്നാനപ്പെടും. പക്ഷേങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ പുതുക്കമോ ദൈവാത്മാവിൻ്റെ വ്യാപാരമോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ അവർ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരാരെയാണ് നോക്കുന്നത്? നമ്മളെ ഓരോരുത്തരെയാണ് നോക്കുന്നത്. ഇപ്പം നമ്മുടെ തലമുറ മട്ടത്തിൽ നമ്മുടെ സഭകളിലുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആത്മീയ മാതൃകയാണ് നമുക്ക് നമ്മുടെ സഭകളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള
ഒരു സംഭവമാണ്. എനിക്കറിയാവുന്ന പല സഭകളിലെയും ഉന്നത മേലെ ഇടയ ശുശ്രൂഷയിൽ നിൽക്കുന്നിടത്ത് പോലും ആൾക്കാർ ഗ്രൂപ്പിസവും അല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വഴക്കുകളും അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ അവർ ബൈബിളിലെ വാക്യം പറഞ്ഞ് അടിയുണ്ടാകും. തിരുവത്താഴത്തിൻ്റെ പേരും പറഞ്ഞ് അടിയുണ്ടാകും. ഒരു കപ്പിൽ നിന്ന് കുടിക്കണോ 50 കപ്പിൽ നിന്ന് കുടിക്കണോ എന്ന് തോന്നിയിട്ട് വേണമെങ്കിൽ തമ്മിൽ തല്ലും. ഇത്രത്തോളം അധപ്പതിച്ചു പോയ പിതാക്കന്മാരെയാണ് ഈ കുഞ്ഞുങ്ങൾ കാണുന്നത്. ഇത് ഇവരുടെ മനസ്സിൽ നിന്ന് പോകുമോ? ഇവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. അവർ പറയും ഞങ്ങളുടെ അപ്പച്ചന്മാർ ഇതാ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നതെന്ന് പറയും. അതിൽ നിന്നത് നേരായിട്ട് പോകണമെങ്കിൽ നമ്മൾ അവരെ നന്നായിട്ട് വചനം പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പത്രോസിൻ്റെ 2 ലേഖനത്തിൻ്റെ 20ഉം 22 വാക്യങ്ങളും കാണുന്നുണ്ട്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. 2 പീറ്റർ 2:22 അവിടെ താഴോട്ട് വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ പന്നിയുടെ കൂട്ടാണെന്നും പട്ടിയുടെ കൂട്ടാണെന്നും വരെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. കാരണം നമ്മൾ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിപ്പോയി. ആദ്യം നിങ്ങൾ ദൈവമക്കളല്ലായിരുന്നു. അതാണല്ലോ ആദ്യത്തെ സ്ഥിതി. നമ്മൾ ആദ്യം ദൈവമക്കളല്ലായിരുന്നു. അപ്പോൾ അത് പറയുന്നത് അതിനേക്കാട്ടിലും വഷളായി പോകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഈ പറഞ്ഞത് ഇതൊരു വലിയ പ്രോബ്ലമാണ്. ഇന്നത്തെ എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ എല്ലാ ക്രിസ്തീയ സഭകളുടെയും വലിയ പ്രോബ്ലമാണ്. ശരിക്കും ആത്മീയരായിട്ടുള്ളവർ അന്ധകാരത്തിലാണ് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. നമ്മുടെ പിതാക്കന്മാരും അവരും ഈ രീതിയിലൊക്കെയുള്ള ലോകത്തിൻ്റെ താല്പര്യങ്ങളും ഒക്കെ വെച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ടും പലർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ. എങ്കിലും ഇത് പറയുവാൻ അവർക്ക് കഴിയില്ല. ഇതിപ്പോൾ അറിയാവുന്ന ഈ വാക്യങ്ങളൊക്കെ അറിയത്തില്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? നമ്മുടെ പ്രൊട്ടസ്റ്റന്റിലെ പാസ്റ്റർമാർക്കും അല്ലെങ്കിൽ നമ്മുടെ ഇവാഞ്ചലിസ്റ്റും എല്ലാവർക്കും ഈ വാക്യങ്ങളൊക്കെ നല്ല കാണാപ്പാടം അറിയാം. പക്ഷേ ഈ മെസ്സേജിൽ ഈ വാക്യങ്ങളിൽ നിന്നൊന്നും അധികം പേര് പ്രസംഗിക്കാറില്ല. കാരണം പ്രസംഗിക്കണമെങ്കിൽ ഒരു ചങ്കുറപ്പ് വേണമല്ലോ. മനസ്സിലായോ? നമുക്ക് ഒരു രീതിയിലും നമ്മൾ പാലിക്കാത്ത കാര്യങ്ങൾ പ്രസംഗിക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് പലരും ഈ വിഷയങ്ങളിൽ നിന്ന് പ്രസംഗിക്കാത്ത. പുതിയൊരു ഗ്രൂപ്പ് നമുക്കറിയാവുന്നുണ്ട്. ഒരു ഗ്രൂപ്പുണ്ട്. അവർ പറയുന്നത് എന്താ, നമ്മുടെ ഈ പിന്മാറ്റക്കാരുടെ അവസ്ഥയിൽ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങളിവിടെ നിങ്ങൾ ആരാധിച്ചാൽ മതി, പാട്ട് പാടിയാൽ മതി, സ്തോത്രാഴ്ച ഇട്ടാൽ മതി, കർത്താവ് മുഴുവൻ ക്ഷമിച്ചേക്കുക. അങ്ങനൊരു സമയമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇനിയും ചെയ്യുന്നതും നേരത്തെ ചെയ്തതും എല്ലാം ക്ഷമിച്ചേക്കോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, കർത്താവിൻ്റെ കൃപ എവറിത്തിങ് ഈസ് കവറിങ്. സോ യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. കർത്താവ് അതൊന്നും നോക്കിയല്ല നിങ്ങളെ സ്നേഹിക്കുമോ, നിങ്ങൾക്ക് രക്ഷ തരുന്നുമല്ല. ഇത് നമ്മുടെ ടീച്ചിങ്. അടുത്തൊരു വിഭാഗക്കാരാണ് ഇച്ചിരി പ്രയാസമായിട്ടുള്ള വചനങ്ങളെയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് കളയുന്ന ചില ആൾക്കാരുണ്ട്. 2 പത്രോസ് 3:16 വായിക്കാം. 2 പത്രോസ് 3:16. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരവരും ആയവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ചില പ്രയാസങ്ങളായിട്ടുള്ള വാക്യങ്ങളൊക്കെ ഉണ്ട്. സഭയൊക്കെ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലൊരു ഭാഗമുണ്ട്. ഒനേസിഫോറസിനെ വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊരു ഭാഗമുണ്ട്. അവരെടുത്തു വച്ചേക്കുന്ന മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതിൻ്റെ അവരുടെ കാതലായിട്ടുള്ള വാക്യമാണ്. കാരണം ഇങ്ങനെയുള്ള അത് അവിടെ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത് പൗലോസ്. അത് പക്ഷേ അവർ അതിനെ ഇച്ചിരി ദൃഷ്ടികൾ അവർ യോഹന്നാൻ്റെ 1:14 അവരുടെ വാക്യത്തിൽ മാത്രം എന്നുള്ളൊരു വേർഡ് കൂടെ ചേർത്തിട്ടുണ്ട്. വൺ ഗോഡ്. യേശുക്രിസ്തു ഒരു ദൈവമായിരുന്നു. കാരണം ബൈബിളിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അനേക ദൈവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. അപ്പം അതിൽ ഒരു ദൈവമായിരുന്നു യേശുക്രിസ്തു. അപ്പം ഞാൻ പറഞ്ഞത് അവരവർക്ക് താല്പര്യമുള്ള രീതിയിൽ ബൈബിളിനെ വളച്ചൊടിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നാട്ടിൽ പോയി വലിയ സഭയും സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? അവർ തിരഞ്ഞെടുക്കപ്പെട്ട ചില ആൾക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് പറഞ്ഞ് അവർ വലിയൊരു ഗ്രൂപ്പിനെ കൂട്ടി അവർ ഒരുമിച്ച് താമസിക്കാനുള്ള സ്ഥലം വാങ്ങിക്കുകയും അവർ നമുക്കറിയാം മറ്റേ ടാബർനക്കിളുകാരെല്ലാം തൃശ്ശൂർ സൈഡിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടരെ നമുക്കറിയാം. അങ്ങനെ അനേകരെ തെറ്റിച്ച് കളയുന്ന കൂട്ടരെ നമുക്കുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. അങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്നും വേറിട്ട് പോകേണ്ടതായിട്ട് അതൊരു അടിമത്തമാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ വാർത്തകളിലൊക്കെ നമ്മൾ ഒരു വർഷം കണ്ടു. അതിൽ നിന്ന് കൂടിയിട്ട് അതിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്നവരെ കൊല്ലാൻ പോലും
പോലും അവർ പഠിക്കുന്നില്ല. അതാണല്ലോ സാക്ഷികളുടെ മീറ്റിങ്ങിനല്ലേ ബോംബ് ഒക്കെ ചെയ്തത്. കാരണം ഇതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പിന്നെ ഭയങ്കര റൈവലറിയാണ്. അപ്പോൾ ഇവരുടെ ക്രിസ്ത്യാനിറ്റി എന്തുമായിരുന്നു മനസ്സിലായി? ഇവർ ഒരുമിച്ചാണെങ്കിൽ സ്നേഹം, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല, രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിൻ്റെ കൂട്ട് അവർ കൊല്ലാനും അവരെ ജീവിക്കാനും ഒന്നും സമ്മതിക്കത്തില്ല. നമ്മൾ വാർത്തകളിലൊക്കെ ഇത് കാണുന്ന. പിന്നുള്ളതാണ് ഹ്യൂമൻ സെൻറ്റേർഡ് ചർച്ചസ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ന്യൂ ജനറേഷൻ ചർച്ചസൊക്കെ പിന്നെ ജീസസ് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ചർച്ചസ് അല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ഇതുമായിട്ടൊക്കെ അടുത്ത് ഇടപെടുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, ഇതെല്ലാം ഹ്യൂമൻ സെൻറ്റേർഡ് ചർച്ചസ് ആണ്. കാരണം ഒരു വ്യക്തിയെ ആശ്രയിച്ചാണ് അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പോകുന്നത്. അവർ പരിശുദ്ധാത്മാവെന്നും അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്നെല്ലാം പറയും. പക്ഷേ സംഭവം മുഴുവൻ ആ വ്യക്തിയിലാണ് അവരുടെ ചർച്ച് അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. ആ വ്യക്തിയോട് താല്പര്യവും സന്തോഷമായിട്ട് ആ വ്യക്തിയെ നമ്മൾ പ്രൈസ് ചെയ്തുകൊണ്ട് നിന്നാൽ അവിടെ സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരാളെ സൗഖ്യമാക്കിയെന്ന് അവർ പ്രഖ്യാപിക്കുകയാണെങ്കിലും സൗഖ്യമാക്കിയതിൻ്റെ ക്രെഡിറ്റ് ഈസ് ഗോയിങ് ടു ദാറ്റ് പർട്ടിക്കുലർ ബ്രദർ. അതാണ് അവിടുത്തെ പ്രോബ്ലം. അവരുടെ പേരാണ് അവിടെ മുഴങ്ങി. ഇന്ന ആളുടെ സഭ അല്ല ഇന്ന ബ്രദറിൻ്റെ എൻ്റെ ശുശ്രൂഷ കൊണ്ട് വിടുതൽ പ്രാപിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളും നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ബോണ്ടേജിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ പിതാവിനെ വേണ്ടാത്ത സഭകളുണ്ട്, പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവർ ദേ ആർ ടെല്ലിങ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എവറിത്തിങ്, ദർ ഇസ് നോ ഫാദർ. അപ്പം ഫാദർ എന്നുള്ളത് എന്താ? ഫാദറാണ് ക്രൈസ്റ്റായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം പിന്നെ ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അങ്ങനൊരു സഭക്കാരുണ്ട്. ഓക്കെ. പിന്നെ കുറേ ആൾക്കാർ നമുക്കറിയാം, ചില ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ചില സഭകൾ നമുക്കറിയാം, അവർ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചില കൂട്ടർ മാത്രമേ, അല്ല ഞങ്ങളുടെ സഭകളിൽ വിശ്വസിക്കുന്നവർ മാത്രമേ, അല്ല ഈ 144,000 പേര് മാത്രമേ പോകുന്നുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ നമുക്കറിയാം. 2 തിമോത്തി 3:5, 6, 7, 8 നമ്മൾ നോക്കുന്നുണ്ടേ നമുക്ക് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിക്കുക. അതിന് മേപ്പോട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ഇതിൻ്റെ അതിൻ്റെ തുടക്കമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ഒക്കെ വിട്ടൊഴിയുവാൻ തക്കവണ്ണം നമുക്ക് ജ്ഞാനമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള അടിമത്തത്തിൽ പെട്ടുപോകുവാൻ നമ്മൾക്ക് ഇടവരരുത്. വീടുകളിൽ അവരെന്താ ചെയ്യുന്നത്? വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ നാട്ടിൽ നിന്ന സമയത്തൊക്കെ ചില സഭക്കാരിങ്ങനെ ചെറിയ ബിസിനസ്സുമായിട്ടൊക്കെ വീട്ടിൽ വരും. ഇങ്ങനെ അവർ ഓരോ വീടുകളിൽ ചെറിയ ചെറിയ സോപ്പ് കുപ്പി ഇങ്ങനെ ആയിട്ടൊക്കെ അവർ വരും. അപ്പോൾ അവർ വന്ന് നമ്മളോട് അവരുടെ ഉദ്ദേശം ഇതൊന്നും വിൽക്കുക എന്നുള്ളതല്ല. ഇവരൊക്കെ ഓരോ സഭയിലുള്ള അങ്ങനെയുള്ളത് കൊണ്ട് അല്ല, ശരിക്കുള്ള കച്ചവടക്കാരും ഉണ്ട്. നിങ്ങൾ വിചാരിക്കില്ല എല്ലാ കച്ചവടക്കാരും ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവരോടൊക്കെ. ഇവർ പറഞ്ഞ് കുറച്ച് പേര് കഴിയുന്നുണ്ട് ചെറുകെ ഇവരുടെ സഭയുടെ പോളിസി നമ്മളോട് പറയാം. അങ്ങനെ പലരും വന്നിട്ട് അവരുടെ അതാ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ വിചാരിക്കുക അന്ന് പണ്ടേ ഇങ്ങനെയുള്ളവരുണ്ട്. അവർ ഇങ്ങനെ വീടുകളിൽ നൂണ് കിടക്കുകയും നമ്മളെ തെറ്റിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഒരു അടുത്ത 7-ാം വയസ്സിൽ പറഞ്ഞു, എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. ഇത് ഒരു പക്ഷെങ്കിൽ പണ്ടത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് പറഞ്ഞേക്കുമായിരിക്കും. ഇന്നത്തെ സഹോദരിമാരെ നമ്മൾ ഈ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. എങ്കിലും ഈ സഹോദരിമാർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൗമികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആത്മീയ കാര്യങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്ന് ശരിക്കും ചിന്തിക്കുവാനും പ്രായോഗികമായിട്ടും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുവാനൊന്നും അവരുടെ ജീവിതത്തിൽ അവസരം കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഭാരം കൊണ്ട് കുറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അവരുടെ ശ്രദ്ധകളൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളിലാണെന്നറിയാം. നമുക്ക് മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഫീമെയിലിൻ്റെ തോട്ട് പ്രോസസ്സിങ്ങും തിങ്കിങ് ഏരിയ എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഇവരെ വന്നിട്ട് പെട്ടെന്ന് സ്വാധീനിക്കുവാൻ, അതുകൊണ്ടാണല്ലോ എന്തോ ചെയ്തേ, നമ്മുടെ സാത്താൻ പെട്ടെന്ന് ആദത്തിൻ്റെ അടുത്ത് പോവാതെ ഹവ്വായുടെ അടുത്ത് വന്നത്. കാരണം പെട്ടെന്ന് സ്വാധീനിക്കുവാൻ അവർക്ക് കഴിയും. അപ്പോൾ അന്നും ആദാമിൻ്റെ കാലത്തും ഈ 1-ാം നൂറ്റാണ്ടിലും ഇന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ
നടക്കുന്നുണ്ട്. ഞാൻ ഈ വെക്കേഷനും ഒരു കുടുംബത്തിൽ പോയപ്പോൾ അപ്പം ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്വാധീനം എവിടെ നിന്നാണ് വന്നേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പറയുന്നതിന് കൂടുതൽ മറുപടി ആരാ പറയുന്നത്? സഹോദരിയാണ് പറയുന്നത്. കാരണം സഹോദരിയിലാണ് ഇത് കൂടുതൽ ഇൻജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അവരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്വാധീനിക്കുന്ന അനേക കൂട്ടർ നമ്മുടെ മധ്യത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ബോണ്ടേജസിൽ നിന്നും നമ്മൾ വിമോചനം പ്രാപിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മുടെ റോമർ 14:13 വാക്യം, 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതാണ്. എന്നാൽ 13 മാത്രം ഒന്ന് വായിക്കാം. അതുകൊണ്ട് റോമർ 14:13, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരൻ ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. നമ്മുടെ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിൽ എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെ ദൈവാത്മാവ് പറയുന്നത്, നമ്മുടെ സഹോദരൻ ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. നമ്മൾ അന്യോന്യം ആത്മീയ പ്രബോധിച്ച് മറ്റുള്ളവരെ ഉറപ്പിക്കേണ്ടവരാണ്. ഈ ഭാഗത്ത് താഴോട്ട് നമുക്കിത് കാണുവാൻ കഴിയും. നമ്മളെപ്പറ്റി ഒരാൾ ഉദ്ദേശിക്കുന്നത് വി ഷുഡ് എൻകറേജ് ഈച്ച് അതർ. അതാണ് നമ്മളെ പറ്റി ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. നമ്മളെന്തോ ചെയ്യുന്നത്? അവൻ പറഞ്ഞത് ശരിയായില്ല, അല്ലെ അവൻ ചെയ്തത് ശരിയായില്ല, അവൻ്റെ ശുശ്രൂഷ ശരിയല്ല, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ല, ഈ സഭയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 100 പ്രശ്നങ്ങളാണ് നമ്മുടെ ആത്മീയ സഭകളിൽ. അപ്പോൾ അത് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇടർച്ച ഉണ്ടാവാതിരിക്കുവാൻ, അങ്ങനെയുള്ള തടങ്ങൽ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇതൊരു വലിയൊരു ഇൻസൈറ്റാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മളെപ്പോഴും ഓർത്തോണം, ഞാൻ നിമിത്തം അവർക്ക് ഒരു ആത്മീയ, നമ്മൾ വിചാരിക്കും ഞാൻ നിമിത്തം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവേണ്ടെന്ന്. പക്ഷേ നമ്മൾ വിചാരിക്കണം, അതല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ഞാൻ നിമിത്തം മറ്റുള്ളവർക്കൊരു ആത്മീയ പ്രയാസം ഉണ്ടാവാതിരിക്കുവാൻ, അതോടൊപ്പം തന്നെ ആത്മീയ കറക്ഷൻ ചെയ്യുവാനും നമുക്ക് ബാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞാനൊരു മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരോട് പരിശുദ്ധാത്മാവിൻ്റെ ഈക്വാലിറ്റിയെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു ശുശ്രൂഷകൻ്റെ മെസ്സേജ് ഞാൻ കേട്ടു. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ സഹോദരൻ പറഞ്ഞാൽ സഹോദരന് വിഷമമാകും എന്ന് വിചാരിച്ചിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. മനസ്സിലായോ? മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരനെ വിളിച്ച് പറഞ്ഞു, സഹോദരാ, നിങ്ങൾ പറയുന്നത് വചന അടിസ്ഥാനത്തിലുള്ള കാര്യമല്ല. ഞാൻ പറയാൻ മനസ്സിലായി, അദ്ദേഹം ഇത് പ്രസംഗിച്ചാൽ എന്തോരം പേരാ കേൾക്കുന്നത്. അദ്ദേഹം ഈ അസംബ്ലിയിലും പ്രസംഗിക്കും, ഇനി വേറെ അസംബ്ലികളിലും പ്രസംഗിക്കും, ചിലപ്പോൾ അനേക വർഷങ്ങളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം. കാരണം ഞാൻ രണ്ടായിട്ട് നിങ്ങൾ കാണണം. നമ്മളൊരു സഹോദരൻ ഇടർച്ച ഉണ്ടാക്കുന്നതും ആത്മീയ വിഷയങ്ങളിൽ നമ്മളെ തെറ്റിക്കുന്നവരെ കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. അതുപോണക്ക് ഈ തീത്തോസിൻ്റെ ലേഖനം 1:10-11 നമ്മൾ കാണുന്നുണ്ട്, വൃഥാ വാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, ആദ്യ നൂറ്റാണ്ടിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ലും 15-ലും സെറ്റിൽ ചെയ്ത വിഷയങ്ങളൊക്കെ ഇവർ കളയാതെ പരിച്ഛേദനക്കാർ ഇങ്ങനെ എല്ലാ സഭയിലും ഈ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ചിന്തയിൽ നിന്നും അത് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അവർ മറ്റുള്ള സഭകളിൽ പിന്നെയും തുടർന്നുകൊണ്ട് ഇതൊക്കെ അവരെ തെറ്റിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇനി ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ബോണ്ടേജിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം എന്നുള്ളത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഈ ലോകത്തിൻ്റെ ലക്ഷറിയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചിന്ത കണ്ടത്, നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്തു പറയും? അവൻ പിശുകനാന്ന് പറയും. ഞാൻ പറഞ്ഞത്, നമ്മുടെ റിസോഴ്സസ്, നമുക്ക് ദൈവം തന്ന റിസോഴ്സസ് അനാവശ്യമായിട്ട് ഉപയോഗിച്ച് ലക്ഷറി കാണിക്കുന്നതല്ല യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം. നമ്മളത് മിതമായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവരെയും സഹായിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളൊക്കെ എത്രയും ലക്ഷറി കാണിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് പൈസ മുടക്കുന്നവരാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്
ഈ ലോകത്തോടുള്ള സ്നേഹം, അത് ഒരു വാക്കിലൊന്നും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാവുന്ന കാര്യമല്ല. നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ ലോകവുമായിട്ട് അടിമപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലൊക്കെയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു അടിമത്തമാണ് അതൃപ്തി. നമുക്കൊരു വിഷയങ്ങളിലും നമ്മൾ സംതൃപ്തരല്ല. നമ്മുടെ ദൈവവചനം എത്രയോ വിഷയങ്ങളിലാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളിൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് ദൈവവചനം നമ്മളെ തുടർച്ചയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കാർക്കും സംതൃപ്തി ഇല്ല. അതൊരു വലിയ അടിമത്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കാരണം അത് നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഓരോരോ പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്കങ്ങനൊന്നും ഇല്ലയെന്ന് നമുക്ക് തോന്നും. അതറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കണം. നമുക്ക് തൃപ്തി എത്രത്തോളം ഉണ്ട്, ഉള്ളതിൽ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന്. അടുത്തൊരു ചിന്തയാണെന്താ, നമ്മുടെ തലമുറയെ ഓർത്തുള്ള ടെൻഷൻ, അവരെ ഓർത്തുള്ള വറി. ഇപ്പം മാതാപിതാക്കന്മാരോട് ചോദിച്ചാൽ നമുക്കറിയാം എത്രത്തോളം നമ്മൾ അതിൻ്റെ അടിമത്തത്തിലാണ് നമ്മളെന്നുള്ളത് നമുക്കറിയണം. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടുള്ള ടെൻഷനിൽ നിന്നുണ്ടല്ലോ, വി ഷുഡ് ഗെറ്റ് റിലീസ്ഡ് എന്ന്. അതിന് വേണ്ടി കാര്യം എന്താ, അവരെ ദൈവത്തിൻ്റെ മക്കളായിട്ട് ആക്കാൻ നമുക്ക് മാതാപിതാക്കൾക്ക് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അവരെ എക്വിപ്ഡ് ആക്കേണ്ടതായിട്ടുള്ള വലിയൊരു കാര്യം നമ്മൾ നിക്ഷിപ്തമായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ടെൻഷനിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയൂ. പിന്നെ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ജഡീക സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. നമ്മൾ ഒരുപാട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവരും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരും മറ്റുള്ളവരോട് അസൂയ, ദേഷ്യം, പിണക്കം, അതൊക്കെ നമ്മൾ ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് മനോഹരമായിട്ട് ഇതൊക്കെ ചിന്തിക്കാവുന്ന വിഷയങ്ങൾ അവിടെ ദൈവാത്മാവ് വരച്ചിട്ടുണ്ട്. അതുപോലൊക്കെ പല പല ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലൊക്കെ വലിയൊരു വിഷയമാണ് മാമോൻ എന്ന് പറയുന്ന വിഷയം. അതൊന്നും പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല. നമ്മളെല്ലാവരും ഈ പണം എന്നുള്ള വിഷയത്തിൻ്റെ അടിമത്തത്തിൽ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. അടുത്ത ഏതാണ്, പവർ. നമുക്ക് അധികാരം കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ പല പല സ്ഥാനമാനങ്ങൾ കിട്ടുവാൻ വേണ്ടി നമുക്കൊക്കെ സന്തോഷമുള്ളവരാ. നമ്മളെ പിടിച്ച് എന്തിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ പാസ്റ്ററോ അല്ലെങ്കിൽ മൂപ്പനോ അങ്ങനെയൊക്കെയുള്ള പല പല സ്ഥാനങ്ങൾ ആക്കുന്നതും ഇനി ആക്കാനും നമ്മൾ ശ്രമിക്കും. ഇനി ആക്കിയില്ലെങ്കിലും നമുക്ക് വിഷമം വരും. എന്നെ അവിടുത്തെ ഡീക്കനാക്കിയില്ലല്ലോ, എന്നെ പ്രസംഗിപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ അവിടുത്തെ എൽഡർ ആക്കിയില്ലല്ലോ. ഇത് രണ്ടും ഒരേ തട്ട് തന്നെയാണ്. കാരണം അധികാരത്തിനും സ്ഥാനത്തിനും വേണ്ടിയുള്ള ആഗ്രഹം. ഇതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കണമെന്നുണ്ടല്ലോ. ഇത് നമ്മളീ പറയുന്നതിനോട് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ദൈവം ഉന്നയിച്ചാൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് പറയാം. അതുപോലൊക്കെയുള്ള വലിയൊരു പ്രശ്നമാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ അറിയുന്നുണ്ടെന്ന് അറിയത്തില്ല. സാധാന്യമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ 4 വീഡിയോ മെസ്സേജസ് ഞാൻ യൂട്യൂബിൽ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറയാൻ കാര്യം, ഈ സാത്താൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ കൂടുതൽ പേര് കേൾക്കും. ഞാൻ പറയുന്ന ചില മെസ്സേജുകളൊക്കെ 500-1000 പേരൊക്കെ ചിലത് കേൾക്കും. ഈ മെസ്സേജ് യൂസ് ഉണ്ട്. കാരണം സാത്താനെ പറ്റി, ഡെവിളിനെ പറ്റി, മന്ത്രവാദത്തെ പറ്റി പറയുന്നുണ്ട് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞത് അതൊരു സത്യമാണ്. ആത്മീയമായിട്ടുള്ള ഒരു ഫോഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു ഫോഴ്സാണ് ഈവിൾ ഫോഴ്സ്. നമ്മളതിനെ കുറച്ച് കാണുവാൻ വേണ്ടി നമ്മൾ ഇടയാക്കരുത്. കാരണം നമ്മൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പത്രോസിൻ്റെ ലേഖനം 5:8 വാക്യത്തിൽ എന്താ പറയുന്നത്, സാത്താൻ അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വ്രതന്മാരെ വീഴിക്കുവാൻ വേണ്ടി. അല്ലാത്തവരെ സംബന്ധിച്ചോളം സാത്താൻ ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? അവരെവിടെയെങ്കിലും പൊക്കോട്ടെ. സഭയിൽ വഴക്കുണ്ടാക്കുന്നവരോ പ്രശ്നം ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവരോ അല്ലെങ്കിൽ പള്ളിക്ക് വെറുതെ വന്നിട്ട് പോകുന്നവരെ പറ്റിയൊന്നും സാത്താൻ ഒരു പ്രശ്നമില്ല. ഹീസ് ടാർഗറ്റിംഗ് ദി സെയിൻസ്. ദൈവത്തോട് സ്നേഹമുള്ളവരെ പിടിക്കാൻ വേണ്ടിയാണ് സാത്താൻ്റെ ശ്രമം. അപ്പം നമ്മൾ മനസ്സിലാക്കണം എവിടുന്നാണ് നമ്മളെ തെറ്റിക്കുവാൻ സാത്താൻ നമ്മളെ ഉപയോഗിക്കുന്നതല്ല, നമ്മളെ ബന്ധിച്ചിട്ടേക്കുന്നത് മനസ്സിലാക്കുവാൻ നമ്മൾ മുകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇതൊരു സ്ഥാനമോഹം, ഇതെവിടുന്ന് വരുന്ന? ഇത് ആത്മീയമാണോ? ഇത് സാത്താന്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ എന്നോട് അല്പം ദേഷ്യപ്പെട്ട് സംസാരിക്കുക.
അപ്പം ആത്മീയ ജ്ഞാനമുള്ള ഞാൻ മനസ്സിലാക്കണമാണെങ്കിൽ, ഉദാഹരണം പറയുന്നതേ ഉള്ളൂ, നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമല്ല, മനസ്സിലാക്കണതല്ല സംസാരിക്കുന്നത്, മറ്റേ പാർട്ടിയാണ് സംസാരിക്കുന്നതെന്നുള്ള ജ്ഞാനം നമ്മുടെ തലയിൽ വരണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ അതിജീവിക്കാം. പക്ഷേ ഈ പ്രശ്നം വരുന്നുണ്ട്, ഈ രീതിയിൽ ചിന്തിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഇപ്പോൾ സഭയുടെ ആരാധന കഴിഞ്ഞിട്ട് ഒരു മീറ്റിംഗ് നടത്തിയാൽ തന്നെ അവിടെ അങ്ങോട്ട് പറഞ്ഞാൽ അതിനപ്പുറത്തെ ഇവിടുന്ന് അങ്ങോട്ട് പറയും. അതാണല്ലോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കണ്ടുവരുന്നത്. അപ്പോൾ മനസ്സിലായോ, സാത്താൻ നമ്മളെ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോട് ഇനി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭാര്യ ഒന്ന് പറഞ്ഞാൽ ഭർത്താവ് 2 പറയും, ബ്രദർ ഒന്ന് പറഞ്ഞാൽ സിസ്റ്റർ 4 പറയും. ഇതൊക്കെയല്ലേ നമ്മുടെ വീടുകളിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ സാത്താൻ നമ്മളെ ഉപയോഗിക്കുന്നതിൻ്റെ പിക്ചർ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സാത്താൻ നമ്മളെ എവിടെയൊക്കെയാണ് നമ്മളെ ഉപയോഗിക്കുന്നുള്ളത്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കൂടോത്രത്തിനും മന്ത്രവാദത്തിനൊന്നും പോകണ്ട. ഈ സാത്താൻ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ ഉപയോഗിക്കുന്നും ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. അതിൻ്റെ മരുന്നും ദൈവം അനുവദിച്ചാൽ മുമ്പോട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലൊക്കെയുള്ള വലിയൊരു പ്രശ്നമാണ് കേട്ടോ മരണത്തെ പറ്റിയുള്ള ഭയം. മനസ്സിലായോ? നമുക്കെല്ലാവർക്കും മരണത്തെപ്പറ്റി ഭയമുള്ളവരാണ്. നമുക്കെല്ലാവർക്കും ജീവിക്കണം. ഇനിയും 90 വയസ്സുള്ളവരും 95 വയസ്സുള്ളവരും കാട്ടിരിക്കുന്ന ബെഡ്രിഡനായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാലും അവർക്ക് ആഗ്രഹം കുറച്ചാളൂടെ ജീവിക്കണമെന്ന് അവരുടെ ആഗ്രഹം. അത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. പക്ഷേ ഇതിനെ അതിജീവിക്കുവാൻ, ഇതിനെ ആത്മീയരായിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ആഗ്രഹം ഫിലിപ്പിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ എന്താണ് അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിലൂടെ പറയുന്നത്? ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവും, മരിക്കുന്നത് എനിക്ക് ലാഭവും. ഇതങ്ങനെ ഈസി ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? മനസ്സിലായോ? അതൊക്കെ ഇനി മരിക്കുന്നത് ലാഭമാണെന്ന് പറയാനും ധൈര്യവും അതിനുള്ള ഒരു കാഴ്ചപ്പാടും ഒരു വിടുതലും. കാരണം ഇതൊരു ബന്ധനം തന്നെ. ഇതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഞാൻ മരിക്കുന്നത് ലാഭമാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുള്ളൂ. കാരണം നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയിൽ കർത്താവേ എനിക്കും സന്തോഷമാണെന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കണമെങ്കിൽ അത് എപ്പോൾ നമുക്ക് വരും എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല. അത് 50 വയസ്സിൽ വരുമോ, 60 വയസ്സിൽ വരുമോ, 95 വരുമോ, 100 വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ രീതിയിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയണം. അതുപോലൊക്കെയാണ് നമ്മുടെ പ്രതികൂലങ്ങൾ, ഇല്ലായ്മകൾ, വേദനകൾ, രോഗങ്ങൾ, അങ്ങനെ അനവധിയായിട്ടുള്ള ലിസ്റ്റ് കുറേ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് കാണണം. അപ്പോസ്തലന്മാർക്ക് ആദ്യം അടി കിട്ടിയപ്പം അവരെന്തോ ചെയ്തെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്? ദേ റിജോയ്സ്ഡ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ കഴിഞ്ഞതിൽ അവർ സന്തോഷിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊന്നും കമ്പയർ ചെയ്യും. എനിക്കാണെങ്കിൽ ചില വാർത്തകളൊക്കെ നമ്മൾ പെർസിക്യൂഷനെ പറ്റിയുള്ള വാർത്തകൾ കാണുമ്പോൾ അത് മിക്കവാറും ഞാൻ തുടക്കത്തിലേ നിർത്തും. കാരണം അത് കേൾക്കാൻ പോലും എനിക്ക് ശക്തിയില്ല, എനിക്ക് കഴിയുന്നില്ല. കാരണം ഇത്രത്തോളം ക്രിസ്തീയരെന്ന് പറഞ്ഞത് കൊണ്ട് ആൾക്കാരെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതും ഉപദ്രവിക്കുന്നതും കാണാൻ പോലും നമുക്ക് ത്രാണിയില്ല. നമുക്കപ്പം എങ്ങനെ ഈ രീതിയിലേക്ക് വരാൻ പറ്റും? കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് സന്തോഷത്തോടെ ആവുന്ന ഒരവസ്ഥയും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നമ്മളവിടെ വരെ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ബോണ്ടേജസ് ഒന്നും റിലീസ്ഡ് ആയവരായിരുന്നു അനേക മിഷണറിമാരും ഈ നമ്മുടെ അപ്പോസ്തലന്മാരും ഒക്കെ എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ വിഷയത്തിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതിന് ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് പറയാവുന്നത്, നമ്മൾ 119 105 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ കർത്താവേ അവിടുത്തെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകണം. മത്തായി 22-29 വാക്യത്തിലും ദൈവത്തിൻ്റെ വചനവും അതിൻ്റെ ശക്തിയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ രീതിയിൽ വചനം നമ്മുടെ ജീവിതത്തിൽ ശക്തി ലഭിക്കാൻ തക്കണം. ഞാനീ പറഞ്ഞ ഒരുപാട് ലിസ്റ്റ് കാര്യം പറഞ്ഞു. ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു ആർജവം വേണം, നമുക്കൊരു ശക്തി വേണം. ഈ ശക്തി വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആഴമായിട്ട് നമുക്ക് വചനം വേണം. വചനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശക്തി ലഭിക്കത്തുള്ളൂ. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞല്ലോ. ഈ ആൾക്കാരൊക്കെ പതറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇന്ന ഓരോ സഭക്കാർ വന്ന് ദുരുപദേശം പറയുന്ന ഉടനെ അവർ പതറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ആദിമസഭയിൽ അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവരുടെ കയ്യിൽ ബൈബിളും ഇല്ല,
എന്തുവാ? ന്യായപ്രമാണവും ഇല്ല. കാരണം ന്യായപ്രമാണം സിനഗോഗുകളിലൊക്കെ ഉള്ളൂ. ചുരുളുകളൊന്നും എല്ലാ സഭകൾക്കും ഇല്ല. ഈ ലേഖനങ്ങളൊന്നും ആർക്കും ഇല്ല. പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അവരെ തെറ്റിച്ച് കളയുവാൻ കാരണം എളുപ്പമായിട്ട് പലരും ഉപയോഗിച്ചത്, അവർക്ക് വചനം അവരുടെ കയ്യിലില്ല. അപ്പം നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വളരെ താല്പര്യം നമ്മൾ കാണിക്കണം. നമ്മൾ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കാതെ അറ്റ്ലീസ്റ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് പഠിക്കുവാൻ നമ്മൾ താല്പര്യം കാണിക്കണം എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ഈ ബോണ്ടേജസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മൾ ഈ ബോണ്ടേജസിൽ നിന്നൊക്കെ റിലീസ്ഡ് ആയിട്ട് കർത്താവിൻ്റെ നിയമത്തിനാണ് നമ്മൾ വന്നേക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നമ്മൾ നിയമം എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞേ, വാട്ട് ഈസ് ദ ലോ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ലവ്. നിങ്ങൾ ദൈവത്തെയും സ്നേഹിക്കണം, നിങ്ങളുടെ കൂട്ടുകാരനെയും സ്നേഹിക്കണം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്. അവിടെ നമ്മൾ കണ്ടത്. പിന്നെ റോമർ 5:5 ഒരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഹോപ്പ് മേക്ക് ഇറ്റ് നോട്ട് അഷേംഡ് ബിക്കോസ് ദ ലവ് ഓഫ് ഗോഡ് ഈസ് ഷെഡ് എബ്രോഡ് ഇൻ അവർ ഹേർട്സ് ബൈ ഹോളി ഗോസ്റ്റ് വിച്ച് ഈസ് ഗിവൻ ടു അസ്. നമ്മൾ ഈ തലത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ തന്നിട്ടുണ്ട്. അതിൽ ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച ചില വാക്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിലാണ്. അതാണ് 1 Corinthians 3:16, 6:19 പറയുന്നത്, ഹോളി സ്പിരിറ്റ് ഡ്വെൽസ് ഇൻ യു. ആ ഹോളി സ്പിരിറ്റിനെ നമ്മളിലുള്ള ഹോളി സ്പിരിറ്റിനെ നമ്മൾ വിധേയപ്പെടുത്തി കൊടുത്തി ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ ഈ ബോണ്ടേജസിൽ കിടക്കുന്ന ഒരുപാട് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, എഫേഷ്യൻസ് 4:30 കാണുന്ന പോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയും 1 Thessalonians 5:19 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കെടുത്തുന്ന അവസ്ഥയിലും നമ്മളായിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ സഭകളുടെയും പ്രശ്നം. നമ്മളൊക്കെ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചവരെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ബന്ധനങ്ങളുടെ വലിയൊരു ലിസ്റ്റ് ഞാൻ പറഞ്ഞു. ഈ ബന്ധനങ്ങളെല്ലാം നമ്മളെ കിടക്കുന്നത് കൊണ്ട്, ഇതെല്ലാം കിടക്കുന്നുണ്ട്, ഒരിക്കലും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ നമുക്കറിയാം, ആദാമിൻ്റെ കഥ മുതൽ നമ്മൾ എടുത്തു നോക്കിയാൽ ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. ദൈവത്തിനെ സ്നേഹിക്കുവാൻ ആരെയും അടിയും പിടിയും വഴക്കും പറഞ്ഞൊന്നും കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ദോസ് ഹു ഹാവ് ഇയർ ലെറ്റ് ദം ഹിയർ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാര്യത്തിലേക്ക് വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറ്. എന്തുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് ശക്തിയില്ലേ? എന്തുകൊണ്ടില്ലാത്ത? നമ്മൾ ഈ മുകളിൽ പറഞ്ഞ അനേക ബന്ധനങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖിച്ച അവസ്ഥയിലും കെട്ടുപോയ അവസ്ഥയിലുമാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അനേക ജ്ഞാനങ്ങളുണ്ടെങ്കിലും 2 Corinthians 3:6 നമ്മൾ കാണുന്നത്, who also hath made us able ministers of the New Testament, not of the letter but of the Spirit, for the letter killeth but the Spirit giveth life. നമ്മൾ കാരണം ഞാൻ ഇത് വളരെ എടുത്തു പറയാൻ കാര്യം 2 Corinthians 3:6 എടുത്തു പറയാൻ കാര്യം എന്താ? നമ്മൾ ബൈബിൾ അരച്ച് കലച്ച് പഠിച്ചാലും നമ്മൾ അക്ഷരത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കാരണം നമ്മളെപ്പറ്റി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പറയുന്നതാണ്, അവരൊരുപാട് ബൈബിൾ പഠിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എരിവും പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീന സഭകളിലില്ല. എന്താ വിഷയം? ഇതാണ് കാരണം. അക്ഷരത്തിൻ്റെ ശക്തിയും അറിവും നമുക്കുണ്ട്, ബട്ട് ദർ ഇസ് നോ ഇൻഫ്ലുവൻസ് ഓഫ് സ്പിരിറ്റ്. ദ പവർ ഓഫ് സ്പിരിറ്റ് ഈസ് ആബ്സെൻറ്റ് എമോങ് അവർ ചർച്ചസ്. അപ്പോൾ ഈ വാക്യം നിങ്ങൾ ഓർത്തോണം. നമ്മൾ പഴയ നിയമത്തിലെയൊക്കെ എന്തോരം കാര്യങ്ങൾ നമ്മൾ പഠിക്കും, ഞാൻ ഇന്ന് പറയുന്നില്ല. അപ്പം റിയൽ ലിബർട്ടി നമുക്ക് ലഭിക്കേണ്ടത് ഇങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിന്നാണ്. നമുക്ക് ലിബർട്ടി ലഭിക്കേണ്ടത് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് 2 Corinthians 3:16-17 വാക്യങ്ങൾ ഒന്നുകൂടെ. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. റിയൽ ലിബർട്ടി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ മൂടുപടം നീങ്ങിപ്പോയിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് ഇവിടെ പറയുന്നത്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത്
ലിബേർട്ടി ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ലിബേർട്ടി നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ സ്വാധീനവും ശക്തിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മേളിലുള്ള നമ്മൾ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ മറുപടി. അവിടെയാണ് ഗലേഷ്യൻ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ദൈവാത്മാവ് ഗലേഷ്യൻസിൽ അല്ലെങ്കിൽ 4-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോഴും നമ്മൾ കണ്ടു. എന്താ 3-ാം വാക്യം? Even so, when we were children, were in bondage under the elements of this വേൾഡ്. ഇതിൽ നമ്മൾ ബോണ്ടേജസിൽ ഇപ്പോഴും നമ്മൾ വേൾഡ്ലി എലമെൻസിൻ്റെ ബോണ്ടേജസിൽ നമ്മൾ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള ചില വാക്യങ്ങൾ കാണുന്നത്. ഓ foolish Galatians, who hath bewitched you that ye should not obey the truth, before whose eyes Jesus Christ hath been evidently set forth, crucifying among us. This only would I learn of you. Receive ye the Spirit by the works of the law or by the hearing of faith. നിങ്ങളുടെ തുടക്കം എവിടെയായിരുന്നു? നിങ്ങൾ മോസസിൻ്റെ റൂൾ വെച്ചിട്ടാണോ നിങ്ങൾ തുടങ്ങിയത്? അതോ നിങ്ങൾ വിശ്വാസത്തിലുള്ള പരിശുദ്ധാത്മാവെന്ന ധ്വാനം ലഭിച്ചിട്ടാണോ നിങ്ങളുടെ ആത്മീയ ജീവിതം തുടങ്ങിയത് എന്നാണ് ഇവിടെ എന്നിട്ട് ചോദിക്കുന്നത്. എന്നിട്ട് എവിടെ നിന്നാണ് നിങ്ങൾ വീണു പോയത്? ഹാവ് യു സഫേർഡ് സോ മെനി തിങ്സ് ഇൻ വെയിൻ ഇഫ് ഇറ്റ് ബി യെറ്റ് ഇൻ വെയിൻ. നിങ്ങൾ ഇതൊക്കെ കഷ്ടങ്ങളൊക്കെ ഒരുപാട് സഹിച്ചു, അപ്പോൾ ഇതൊക്കെ പാഴായി പോയോ? നിങ്ങൾ ആത്മീയമായിട്ട് നിങ്ങൾ തുടങ്ങി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ തുടങ്ങി, പക്ഷേ നിങ്ങൾ ഇന്ന് ഈ വിഷയങ്ങളിൽ എല്ലാം നിങ്ങൾ പെട്ടുപോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാണ് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഈ therefore that ministers to you the Spirit and worketh miracles among you, doth he it by the works of the law or by the hearing of the faith? 5-ാം വാക്യം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നടത്തിയ വീര്യപ്രവർത്തികൾ ആണോ, അതോ നിങ്ങൾ കണ്ട മോശയുടെ പ്രമാണങ്ങളാണോ നിങ്ങളെ നടത്തിയത്? അല്ലെ, അതായിരുന്നോ നിങ്ങളെ പുതിയ നിയമ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ 2 അധ്യായങ്ങൾ നമ്മൾ സംഗ്രഹിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നമ്മളെ യഥാർത്ഥമായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ കർത്താവിനെ അംഗീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുടക്കം നൽകി തന്നത് ഹോളി സ്പിരിറ്റ് ആണ്. പക്ഷെങ്കിൽ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിലെ അനേക വിഷയങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ കാരണം ആ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന സ്പിരിറ്റ് ഈസ് നോട്ട് വർക്കിംഗ് വിത്ത് പവർ ഇൻ അവർ ലൈഫ്. അതിൽ നിന്ന് നമ്മൾ വീണ്ടും ആ ബോണ്ടേജസിൽ നിന്ന് നമ്മുടെ വിടുതൽ പ്രാപിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വിശ്വാസികളെ പറ്റി എൻ്റെ മനസ്സിൽ വന്ന ചിന്ത. അതുകൊണ്ട് നമ്മൾ ആദിമകാലത്തിലെ നിയമങ്ങളിൽ നിന്ന് ബോണ്ടേജ് പഠിച്ച കാര്യങ്ങൾ അവർ പ്രാപിക്കേണ്ടതായിട്ട് ആവശ്യത പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിൻ്റെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ബോണ്ടേജസിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടുതൽ യഥാർത്ഥമായിട്ട് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അതിനുവേണ്ടി നമ്മുടെ രക്ഷയെ നമുക്ക് അധികമായിട്ട് പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമുക്ക് അതിനുള്ള കൃപ ലഭിക്കുവാൻ, അനുഗ്രഹം ലഭിപ്പാൻ വലിയ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.